തൃശൂർ ചാലക്കുടിയിൽ അനസ്തേഷ്യ നൽകിയതിന് പിന്നാലെ യുവാവ് മരിച്ചതിൽ പ്രതിഷേധം. ഡോക്ടറെ മാറ്റി നിർത്തി അന്വേഷണം നടത്താമെന്ന് ഡിഎംഒ അറിയിച്ചെങ്കിലും സനീഷിന്റെ ബന്ധുക്കൾ ആദ്യം വഴങ്ങിയില്ല. പ്രതിഷേധക്കാരെ ആരോഗ്യമന്ത്രി വീണ ജോർജും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും ഫോണിൽ വിളിച്ചു. പ്രതിഷേധത്തിനിടെ സനീഷിന്റെ അനുജൻ സിജീഷ് തളർന്നു വീണു. ലെവിൻ കെ വിജയൻ ചേർന്നു വിവരങ്ങളുമായി. ലെവിൻ, ഈ ആളുടെ മരണവുമായി ബന്ധപ്പെട്ട്, സനീഷിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ആശുപത്രി നൽകുന്ന വിശദീകരണം എന്താണ്? ഇപ്പോൾ പ്രതിഷേധം ഏത് നിലയ്ക്ക് പുരോഗമിക്കുകയാണ്? എന്താണ് വിവരങ്ങൾ? ലക്ഷ്മി, പ്രതിഷേധം അവസാനിച്ചു. ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇവിടെ വന്ന് ചർച്ച നടത്തി. ബന്ധുക്കളുമായും സനീഷിന്റെ സുഹൃത്തുക്കളുമായും ചർച്ച നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ആണ് ഇപ്പോൾ പ്രതിഷേധം അവസാനിപ്പിക്കാൻ തീരുമാനമെടുത്തിരിക്കുന്നത്. സബ് കളക്ടർ അഖിൽ വി മേനോൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബന്ധുക്കൾ ഉന്നയിച്ച പരാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഉറപ്പുകൾ നൽകുന്നതിനായി ഇപ്പോൾ നേരിട്ട് എത്തി ആളുകളുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. സനീഷിന്റെ മരണം ഡോക്ടർമാരുടെ അനാസ്ഥയെ തുടർന്നാണ് എന്നുള്ള ആരോപണം ഉന്നയിക്കുകയാണ് ബന്ധുക്കൾ. ഇപ്പോഴും ഇവർക്കെതിരെ അച്ചടക്ക നടപടിയെടുക്കണമെന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ആവശ്യം. കുടുംബത്തെ സംരക്ഷിക്കണം തുടങ്ങിയ ആവശ്യങ്ങളും ഉന്നയിച്ചു. നേരത്തെ തൃശൂർ ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം തൃശൂർ തഹസിൽദാർ ജയശ്രീയും ഡിഎംഒ ജില്ലാ മെഡിക്കൽ ഓഫീസർ രാധികയും എത്തി പ്രതിഷേധക്കാരുമായി അല്ലെങ്കിൽ സനീഷിന്റെ ബന്ധുക്കളുമായി സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും കർശനമായ നടപടിയെടുക്കാതെ മൃതദേഹം ഏറ്റുവാങ്ങില്ല എന്നുള്ളൊരു നിലപാടാണ് ഇവർ സ്വീകരിച്ചത്. അതിനുശേഷം ഈ പ്രതിഷേധം തുടരുകയും ചെയ്തു. പിന്നാലെ ആരോഗ്യമന്ത്രി വീണ ജോർജും അതോടൊപ്പം തന്നെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും പ്രതിഷേധക്കാരുമായി സംസാരിച്ചു. പക്ഷേ ഇവരെ ഇതിനോടൊന്നും വഴങ്ങാൻ തയ്യാറായില്ല. പിന്നീട് രേഖാമൂലം അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇവിടെ നേരിട്ടെത്തി ഉറപ്പ് നൽകിയാൽ മാത്രമേ പ്രതിഷേധം അവസാനിപ്പിക്കാൻ തയ്യാറാവുകയുള്ളൂ എന്നുള്ളതാണ് ഇവർ സ്വീകരിച്ച നിലപാട്. അതിനെ തുടർന്നുകൂടിയാണ് ഇപ്പോൾ സബ് കളക്ടർ എത്തി ഇവരുമായി ചർച്ച നടത്തുന്നതും കാര്യങ്ങൾ വിശദീകരിക്കുന്നതും. നിലവിലെ തീരുമാനപ്രകാരം സനീഷിന്റെ മൃതദേഹം ബന്ധുക്കൾ ഏറ്റുവാങ്ങും. ആരോപണ വിധേയരെ മാറ്റി നിർത്തി അന്വേഷണം നടത്തുമെന്നാണ് അറിയിച്ചത്. പക്ഷേ അത് സസ്പെൻഷൻ അല്ല, എക്സ്പെർട്ട് കമ്മിറ്റിയുടെ പരിശോധനകളുടെ അടിസ്ഥാനത്തിൽ അതിനുശേഷം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സസ്പെൻഷൻ അടക്കമുള്ള അച്ചടക്ക നടപടികളിലേക്ക് കടക്കുക. അക്കാര്യം തന്നെയാണ് അഖിൽ വി മേനോൻ തൃശൂർ സബ് കളക്ടർ ഇവിടെ എത്തി സനീഷിന്റെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും അറിയിച്ചിരിക്കുന്നത്. ലക്ഷ്മി.